വേറെ ആരുമല്ല, വീണ്ടും വന്നിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ മക്കളായ ദിയ കൃഷ്ണയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഉള്ള കാര്യം പറയുന്നതിന് എന്താ, ഒരുപാട് അടിമകളുണ്ട്. കാരണം ഈ ദിയ കൃഷ്ണയുടെ വീഡിയോ കാണാനും അതിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, മോളെ മോളെ എന്നാൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ ഒരു മനുഷ്യന്മാർ പോലുമില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വീഡിയോ എടുക്കുന്നതും യാത്ര പോകുന്നതും തന്നെ പ്രശ്നത്തിനാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഇവർ അവിടെ എത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് വേറെ ഒന്നുമല്ല, ഇൻഡിഗോ വിമാനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തേക്ക് പോയതാണ്. അതിനു മുമ്പേ വേറെ ഒരു കാര്യം പറയാട്ടാ. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താ വെച്ചാൽ ഞാൻ പണ്ട് ഭയങ്കര ചരക്കായിരുന്നു എന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഞാൻ പണ്ട് ഭയങ്കര ചരക്കായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരക്ക് എന്നാണോ ഈ സ്ത്രീകളെ മുഴുവൻ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്? അല്ല, അറിയാതുകൊണ്ടിരിക്കുന്നതാണ്. ഇവർക്ക് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് പൊക്കി അടിക്കാം. അതായത് ഞാൻ പണ്ട് ചരക്കായിരുന്നു, ഞാൻ പണ്ട് ഇതായിരുന്നു, ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കി അതിൻ്റെ അകത്തുള്ള പ്രഹസനങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല, പ്രഹസനങ്ങളൊന്നും ഞാൻ പറയുന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിലെ പ്രഹസനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ചരക്ക് എന്നുള്ള പോലെയുള്ള വാക്കുകൾ കുറച്ചും കൂടി, അതായത് കുറച്ച് എന്നാ പറയേണ്ടത്, കുറച്ച് സ്ത്രീകളെയൊക്കെ ബഹുമാനിക്കാത്ത ആൾക്കാർ പറയുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രത്തോളം മോശമുള്ള വാക്ക് തന്നെയാണ് ഈ ചരക്ക് എന്നൊക്കെ പറഞ്ഞാൽ. ഇനി അടുത്തത് പറയാം, ഇവരേതോ ഒരു വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ വിദേശത്തെ രാജ്യത്ത് പോയി ഇറങ്ങുന്നു. ആ രാജ്യത്തിനെ പറ്റിയിട്ട് ഭയങ്കരമായി കക്കൂസിൽ ഞാൻ കൊണ്ടുപോയില്ല ക്യാമറ എന്നൊക്കെ പറയുന്നുണ്ട്. കക്കൂസിൽ കൊണ്ടുപോകാതെ ഭാഗ്യം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരുന്നു. അങ്ങനെ കക്കൂസിൽ കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്നും വന്ന വലിയൊരു വീഴ്ച. അതായത് വേറെ ഒന്നുമല്ല, അവരുടെ ലഗേജ് കനം കൂടുതലാണെന്ന് പറഞ്ഞ് അവിടെ മാറ്റിയിട്ടു. അവരെ അറിയിച്ചില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിന് പകരമായിട്ട് ഇൻഡിഗോ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചോ, പർച്ചേസ് ചെയ്തോളൂ, ഞങ്ങൾ അതിന്റെ ബില്ല് പേ ചെയ്യാം എന്ന് പോലും അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇതിൽ കൂടുതൽ അവർക്ക് ഒരു വസ്തു പോലും അവർക്ക് ചെയ്യാൻ പറ്റൂല. അവർ മര്യാദയ്ക്ക് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇവർ ബ്ലോഗറാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം. കാരണം സാധാരണ പൊതുജനങ്ങളോടൊന്നും അങ്ങനെ പറയാറില്ല. നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താണ്. പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളൊക്കെ ഇതുണ്ട്. അതൊന്നും നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ മോശമായ സംഭവം തന്നെയാണ്. ടിക്കറ്റ് എടുത്ത് വറക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇത് പിന്നെ ഫ്ലൈറ്റ് കമ്പനിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങളുടെ തെറ്റാണ്, ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങൾ ബില്ല് പേ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇവരെ പറഞ്ഞു. അതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ആക്കി ഇടുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ ചരക്ക് പ്രയോഗം എന്ന് പറയുന്നത് വന്നത്. അതായത് പലപ്പോഴും ഞാൻ കാണുന്ന ഒരു സംഭവം തന്നെയാണ്, ദിയ കൃഷ്ണ ആൾക്കാരെ അതായത് കണ്ടന്റിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് വിവാദപരമായ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാകും. അത് ദിയ കൃഷ്ണയുടെ മാത്രമല്ല, ഇവരുടെ എല്ലാവരുടെയും വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു കണ്ടന്റും ഇല്ലെങ്കിൽ ഓമീനെ കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഓമീനെ കളിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് എന്താണ് അതിൻ്റെ അകത്ത് ബോറെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്താണ് അതിൻ്റെ അകത്ത് മോശമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോരോ സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെതായ രീതിയിൽ നടക്കുന്നതുകൊണ്ട് ആർക്കും നഷ്ടമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരാളുടെയും സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടുന്നുമില്ല. പക്ഷെ എന്നാലും ദിയ കൃഷ്ണ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലെന്ന് പറഞ്ഞാൽ കൂടുതലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാരും അതുപോലെ തന്നെ കോളേജ് എന്നാ കുട്ടികളും തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ഈ പ്രയോഗങ്ങൾ, അതുപോലെ ചില സമയത്തൊക്കെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഫാമിലിയോട് കൂടിയിരുന്ന് നിങ്ങളുടെ വീഡിയോ കാണാൻ കഴിയും. ഇപ്പോൾ ഈയിടെയായിട്ടെന്ന് പറഞ്ഞാൽ ദിയ കൃഷ്ണയുടെ ഫാമിലി വ്ലോഗ് എന്ന് പറഞ്ഞാൽ വളരെ ബോറായ ഒരു ഇത് തന്നെയാണ്. കാരണം അവരെന്തോ ഉദ്ദേശിക്കുന്നു, എന്തോ കാണിക്കുന്നു. ഇതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ഒരിക്കലും നമ്മൾക്ക് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഈ പിന്നെ ഒന്ന് കുട്ടീനെ കളിപ്പിക്കുന്നതാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരു എന്തൊക്കെയോ അവർ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഈയിടെയായിട്ട് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ചോദിക്കും, ഇവിടെ പണ്ട് എങ്ങനെയാണെന്നേ ചോദിക്കും. പണ്ടുണ്ടായിരുന്നു, പണ്ട് ഇതിൽ കൂടുതലായിരുന്നു. അന്ന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രേമിച്ച് നടക്കുന്ന കാലത്തായിരുന്നു. അതൊക്കെ വിട്ട് പോട്ടെ നോക്കാം. പക്ഷേ ഇപ്പോഴിങ്ങനെ കാണിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിലും ഒരമ്മയാണ്. അതിൻ്റെ ഒരു ഇതെങ്കിലും വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാലും
അതായത് കുറച്ച് നാൾ മുമ്പ് അശ്വതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരുടെ അതായത് കുട്ടികളെയൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യുന്നവർ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഈ പ്രായത്തിൽ ഒന്നും അറിയില്ല. ഈ പ്രായം കഴിഞ്ഞാൽ അവർ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള നാണക്കേടായിരിക്കും. അവർ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഒരു പബ്ലിസിറ്റി ഒന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പബ്ലിസിറ്റി ആയിരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പോഴായിരിക്കാം തൻ്റെ പണ്ട് കാലത്ത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ആൾക്കാർ വരുന്നത്. അങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയാണ്. പക്ഷെ ഇപ്പം അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഡോളർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ ഡോളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഹസനമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആ കുട്ടിയെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ വളർന്നു വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ നാണക്കേടിലേക്കാണ് പോകുന്നുണ്ടാവുക. പിന്നെ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഞാൻ എല്ലാവിധ അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോഴും കാണുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോ കാണാനും അതുപോലെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നതെന്ന് ഇവർക്ക് തന്നെയായിരിക്കും. കാരണം ഇവരുടെയൊക്കെ വീഡിയോ കാണാനും വ്ളോഗ് കാണാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്താണ് അതിൻ്റെ രഹസ്യം എന്നൊന്നും എനിക്ക് അറിയില്ല. അത് ഞാൻ പറയാനുമില്ല. ചില ആൾക്കാർ പറയും അതാണിടെ ഇതാണിടെ എന്തോടെ പറയാൻ പേടി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാകാം. പിന്നെ അടുത്തത് ഈ ചരക്കിലേക്ക് തന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചരക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗം അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ ഒരു വാക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ ചരക്കുകളോ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമുകൾ മാത്രമാണ്. അതിൻ്റെ ഒരു പടിയാണ് ഇപ്പോഴും നമ്മൾ ദിയാകൃഷ്ണയിൽ കണ്ടത്. കാരണം എന്താ ആ ഒരു പഴഞ്ചൻ രീതികൾ അതിങ്ങനെ മുറുകി പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ വീഡിയോ കാണുന്നവർക്കും അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവർക്കും ഇതുപോലെ റിയാക്ട് ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു കണ്ടന്റ് നിർബന്ധമായിട്ടും കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ തൻ്റെ വീഡിയോ ഓടുകയുള്ളൂ എന്നുള്ള ആ ഒരു തെറ്റായ ധാരണയിൽ കൂടിയാണ് ഈ സ്ത്രീ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഉപയോഗിക്കുന്ന വാക്കാണോ? ഞാൻ പണ്ട് വലിയ ചരക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. ഇനി സൗന്ദര്യവതി എന്നാണോ, അല്ലെങ്കിൽ ഇപ്പോഴും സൗന്ദര്യമില്ലേ, ഇപ്പോഴല്ലെങ്കിൽ ചരക്കല്ലേ? ഇതൊക്കെയാണ് എല്ലാവർക്കും വരുന്ന സംശയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോഴേ കുറച്ചൊക്കെ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ താങ്കൾ ഒരു സ്ത്രീയാണ്. അപ്പൊ സ്ത്രീകളെ മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അതിനെതിരെ പോരാടേണ്ട താങ്കളെ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചരക്കാണ്, അത് എന്താണ് സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്? വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോ ആൾക്കാർ വന്നിട്ട് ചരക്കാണല്ലോ, നല്ല ചരക്കാണല്ലോ, അടിപൊളി ചരക്കാണല്ലോ. ഇതിനിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഉദ്യോഗസ്ഥയായ ഒരു സ്ത്രീയും ഇത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് ചരക്ക് എന്നാണ് ഞങ്ങളെയൊക്കെ ഇതാക്കുന്നത്, അഭിസംബോധന. എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടാ. നമ്മളെ വീട്ടിലെ സ്ത്രീകളെ ആരും നമ്മൾ ചരക്കാന്നൊന്നും പറയില്ല, അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവനെയും പറയില്ല, പിന്നെ നാട്ടുകാരെയും പറയില്ല. നല്ല ചരക്ക നമ്മൾ ആരും പറയില്ല. നമ്മൾ ചരക്കിന് പറയുന്നത് എന്താ? ചരക്ക് കപ്പൽ, അല്ലെങ്കിൽ ചരക്ക് മറ്റേ സാധനങ്ങൾ, ചരക്ക് കയറ്റി അയക്കുന്നത്, ഇതിനൊക്കെയാണ് നമ്മൾ ചരക്ക് എന്ന് പറയാ. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ പെടേണ്ടൊന്നല്ല സ്ത്രീകളെയായിരുന്നു. ആ പോകുന്നത് നല്ല ചരക്കാന്ന് അല്ലെങ്കിൽ കൊണ്ടുവന്ന് ചരക്കാന്ന് ഇങ്ങനെയൊന്നും ഒരാളും പറയാറില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ പറയുമ്പോൾ കുറച്ചും കൂടി സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അതായത് കുറച്ച് എന്നാ പറയേണ്ടത് കുറച്ച്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനിതൊന്നും ദിയാകൃഷ്ണയോട് പറഞ്ഞിട്ട് കാര്യമില്ലേ. അവർക്കിത് വിവാദമാക്കുക വേണ്ടത്. അവർക്ക് ഇതൊക്കെ ഒരു വിവാദമായി ഇങ്ങനെ നാലാൾ പറഞ്ഞു കഴിഞ്ഞാലേ അവർക്കൊരു സുഖമുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും അറിയാതെയൊന്നും അല്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതുമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ധാരണയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരറിഞ്ഞുകൊണ്ടാണ് പറയുന്നതെന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞൊന്ന് ഹൈപ്പ് ചെയ്തോട്ടാ, മറന്നുകൊണ്ടായിരുന്നു. ബൈ ബൈ.